ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ കാണികളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മുഖ്യ റോൾ എടുക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ്. മുഖ്യ റോളിനപ്പുറത്തേക്ക് ശ്രദ്ധ കിട്ടാനുള്ള രണ്ടുപേരുണ്ടായിരുന്നു. എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷിയാണ്. അവരോട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരു സമാധാനിപ്പിക്കൽ എന്ന മണ്ണം VHP വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും വരരുത് എന്നുള്ള നിലപാടാണ് ഇതിൻ്റെ സംഘാടകർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നരേന്ദ്രമോദി, ഫുൾ നരേന്ദ്രമോദി ആയിരിക്കും നിറഞ്ഞു നിൽക്കുക. നോക്കൂ, ഇത് തന്നെ ആയിരിക്കില്ലേ ഭാവി ഇന്ത്യ എന്ന് പറയുന്നത്? 2014 മുതൽ ഒരു ഇന്ത്യ രൂപപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 2024 മുതൽ നമ്മൾ കാണാൻ പോകുന്ന ഇന്ത്യ, യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ ഒരു പരിച്ഛേദം ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൽ കാണാൻ പോകുന്നതല്ലേ? ഇന്ദിരാഗാന്ധി മുതലുള്ള പ്രധാനമന്ത്രിമാരെ നേരിട്ട് ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഏകാധിപതിയായ ഒരു പ്രധാനമന്ത്രിയായി കാണുന്ന നരേന്ദ്രമോദിയെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുന്നു. മുൻകാലഘട്ടങ്ങളിൽ ധാരാളം പത്രപ്രവർത്തകരുണ്ട്, ഫോട്ടോ എടുക്കും. അവിടെ ഇപ്പം അത് തീരുമാനം ആര് ഫോട്ടോ എടുക്കണം, അദ്ദേഹം പങ്കെടുക്കുന്ന ഫങ്ഷൻസ് എങ്ങനെ കൊടുക്കണം, അങ്ങനെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ വരുന്ന ഒരു നേതൃത്വത്തിലിരുന്നുകൊണ്ടാണ് 2024 ഇന്ത്യ പോകുന്നത്. ഇത് രാജ്യത്ത് ഗുണകരമാണ്. നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോഴത്തെ കടിഞ്ഞാണ് നമുക്കറിയാം. മാത്രമല്ല, അദ്ദേഹം ഒരു വർഗീയതയുടെ തലപ്പത്തിരിക്കുകയാണ്. തീവ്ര ഹിന്ദുത്വത്തിന് വേണ്ടി അദ്ദേഹം നിൽക്കുകയാണ്. പ്രധാനമന്ത്രി തന്നെയാണ് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. അത് നയിക്കുന്ന മെസ്സേജ് എന്താണ്? പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇതൊരു സർക്കാർ ഏർപ്പാടല്ലല്ലോ പൂർണ്ണമായും. ഇത് സുപ്രീം കോടതി എടുത്തൊരു തീരുമാനപ്രകാരം ഇവിടെ ഒരു അമ്പലം പണിയണം, അതോടൊപ്പം ഒരു മോസ്കും പണിയണം. മോസ്ക് പണിയുന്നില്ല, അത് മുന്നോട്ട് പോയിട്ടേ ഇല്ല. അപ്പം ഇവിടെ കാണുന്ന ഈ രാഷ്ട്രീയവൽക്കരണം, അപകടകരമായ രാഷ്ട്രീയവൽക്കരണം, അത് തിരിച്ചറിയാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലെങ്കിൽ പോലും കോൺഗ്രസ് ഇത് വ്യക്തമായി കണ്ടുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന എന്ന നിലയിൽ ഈ മുന്നണിയിലുള്ളവരുടെ അഭിപ്രായം കൂടി മനസ്സിലാക്കിയ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്താൽ അതായിരിക്കും ജനാധിപത്യവും മര്യാദയും എന്ന് എനിക്ക് തോന്നുന്നു.